കോട്ടയം ഏറ്റുമാനൂർ ജൈനമ്മ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി നീട്ടി നൽകി. ചേർത്തലയിലെ തിരോധാന കേസുകളിൽ സംശയനിഴലിലുള്ളതിനാൽ വിശദമായ ചോദ്യം ചെയ്യലിനാണ് സെബാസ്റ്റ്യനെ 6 ദിവസത്തേക്ക് കൂടി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം ബിന്ദു തിരോധാനത്തിൽ സെബാസ്റ്റ്യന് പങ്കുണ്ടെന്ന് കാണാതായ ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ പറഞ്ഞു. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചതോടെയാണ് സെബാസ്റ്റ്യനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത്. കൂടുതൽ ചോദ്യം ചെയ്യലിന് കസ്റ്റഡിയിൽ വേണമെന്ന ക്രൈംബ്രാഞ്ച് ആവശ്യം ഏറ്റുമാനൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അംഗീകരിച്ചു. വൈദ്യസഹായം ലഭിക്കുന്നുണ്ടെന്നും പോലീസ് ഉപദ്രവിച്ചിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ കോടതിയിൽ പറഞ്ഞു. അഭിഭാഷകനെ നിയമിക്കാൻ കുടുംബത്തെ ബന്ധപ്പെടാൻ അനുവദിക്കണമെന്നും സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. ഇത് കോടതി അംഗീകരിച്ചു. കുറ്റസമ്മതം നടത്തുന്നില്ലെങ്കിലും സെബാസ്റ്റ്യനെതിരെ വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സെബാസ്റ്റ്യന്റെ ഭാര്യയെ ഇന്നും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു. ആദ്യമൊന്നും പ്രതികരിക്കാതിരുന്ന സെബാസ്റ്റ്യൻ ഇപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ടെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. അതേസമയം ബിന്ദു തിരോധാന കേസിൽ സെബാസ്റ്റ്യന് വ്യക്തമായ പങ്കുണ്ടെന്ന് ബിന്ദുവിന്റെ സഹോദരൻ പറഞ്ഞു. ആദ്യ ഭാഗങ്ങളിലുള്ള അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാമല്ലോ, അത്ര കാര്യമായിട്ട് നടന്നില്ല. ആ പരാതിക്ക് FIR ഇടാൻ ചില സമയമെടുത്തു. ആ അന്വേഷണത്തിന് ഇച്ചിരി ലേറ്റ് വന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ശരിയാണ്. സെബാസ്റ്റ്യനുമായിട്ട് വസ്തുവിടപാടോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് അറിഞ്ഞു, ഈ വസ്തു മറിച്ചു വിറ്റത് വേറെ ലേഡി വെച്ച് മറിച്ചു വിറ്റത് അറിഞ്ഞു. അതതിനകത്ത് നമ്മൾ പറയുന്നു. സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നു. ബിന്ദുവിന്റെ സഹോദരന്റെ രക്തസാമ്പിളുകൾ വീണ്ടും DNA പരിശോധനയ്ക്കായി ശേഖരിച്ചു. ആദ്യ ചോദ്യം ചെയ്യലിൽ സെബാസ്റ്റ്യൻ നിഷേധിച്ച പല കാര്യങ്ങളിലും തെളിവുകൾ നിരത്തി വീണ്ടും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. ഒപ്പം കൂടുതൽ സാക്ഷിമൊഴികളും തെളിവുകളും കണ്ടെത്തണം. എന്തായാലും ജൈനമ്മ തിരോധാന കേസിൽ ഈ 7 ദിവസം കൊണ്ട് നിർണായക നീക്കങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24.